ഞാൻ നാസ്കരമന. എൻ്റെ കഥാസമാഹാരം ചാതോമി. കടൽക്കരയിലൂടെ ചേർന്ന് നടക്കുമ്പോൾ അവളുടെ കയ്യിൽ കൈവിരലുകൾ ചേർത്ത് പിടിച്ച് നടക്കണമെന്ന ആഗ്രഹത്തോടെ എൻ്റെ വലത് കൈ കൊണ്ട് അവളുടെ ഇടത്തെ കൈ മുറുകെ പിടിച്ചു. അവളും ആഗ്രഹിച്ചതുപോലെ എൻ്റെ കൈ മുറുകെ പിടിച്ചു. പിന്നെ എൻ്റെ മുഖത്ത് നോക്കി ഒരു വല്ലാത്ത ഇങ്ങേരെ ഞാൻ ജീവിതത്തിൽ 3-4 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. വിദ്വാൻ, നീ ഈ കാര്യം മിണ്ടരുത്, അവിടെ മിണ്ടരുത്, അല്ലെങ്കിൽ ഞങ്ങൾ വരുന്നില്ല. മോഹൻലാലിൻ്റെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഇതുവരെ കാണാൻ പറ്റിയില്ല, അത് ഇന്ന് കാണണം. ക്ലാസ്സിലേക്ക് കയറുമ്പോഴും എല്ലാവരും ദുഃഖത്തിൽ, കുമാരിമാരടക്കം എല്ലാവരും നോട്ടം എന്നിലേക്ക്. കരമനയാറായ എൻ്റെ സങ്കടം ആരും അറിയില്ല. എൻ്റെ കരച്ചിൽ കാരണം വീണ്ടും ജലം കൂടും. പിന്നെ ചിലർ വല്ലാതെ വേദനിപ്പിക്കും. എൻ്റെ മാറിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയും. എന്നാലും ഞാൻ സഹിക്കും. എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നതിൽ പങ്കാണല്ലോ അരുവിക്കരയും തിരുമലയും. അവിടുത്തെ ജലമാണല്ലോ ഇവിടെയുള്ളവരും കുടിക്കുന്നത്. അതുമാത്രമാണ് എൻ്റെ ഏക സന്തോഷം. പറയാൻ മറന്നു. കഴിഞ്ഞ ആഴ്ച ചിലർ വന്നിരുന്നു, കാല് നനയ്ക്കാനും എൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും എൻ്റെ പടം എടുക്കാനും. അവരെ പോലുള്ളവരോട് നന്ദിയുണ്ട്. കാരണം എനിക്ക് പഴയ സൗന്ദര്യം ഇപ്പോഴുമുണ്ടെന്ന് അവർ ലോകരെ അറിയിക്കുന്നു. ഈ കഥാസമാഹാരം എത്ര നാളുകൊണ്ട് എഴുതിത്തീർത്തത്? ഞാൻ ഏകദേശം 1 കൊല്ലം. എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ കരമന കടയുണ്ട്. മാതാവിനെ വന്ദിപ്പിൻ ഗുണഗണ വർജിത ജനകേ. സമയം വൈകിയാൽ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിലെ അധ്യക്ഷത വഹിക്കുന്ന അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ട നവാസ് സർ, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം നാസ്കരമന സൂചിപ്പിച്ചതുപോലെ ചെറുതും വലുതുമായ 21 കഥകളുടെ സമാഹാരമാണ് ചാതോമി എന്ന കൃതി. ചാതോമി എന്ന പേരിലൊരു കഥയും ഇതിനകത്തുണ്ട്. ഒരിടത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഈ കീൻ ഒബ്സർവേഷൻ എന്നൊക്കെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള കരമനയാറ് സ്വയം കഥ പറയുകയാണ്. അതൊരു പുതുമയാണ്. ഒരാറ്, ഇപ്പോൾ നമ്മുടെ തന്നെ ഭാരതപ്പുഴ അല്ലെങ്കിൽ വേറൊന്ന്, അങ്ങനെയുള്ള ഒരു നദി സ്വന്തം കഥ പറയുന്ന രീതിയിൽ അവതരിപ്പിക്കുക. അത് നമുക്ക് ഏറ്റവും പരിചിതമായ നമ്മുടെ അയൽവക്കത്തുള്ള കരമനയാറ് ദിവസവും എത്രയോ തവണ നമ്മൾ കാണുകയും അതിൻ്റെ ചെറുകഥയിൽ ഏറ്റവും മുന്നിൽ നിർത്താവുന്ന മികവുള്ള കഥകൾ എഴുതിയിട്ടുള്ള ഒരു കഥാകൃത്താണ് തലയിൽ മനോഹരൻ. നോവലിസ്റ്റാണ്, കവിയാണ്, അധ്യാപകനാണ്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കഥകളും അദ്ദേഹത്തിൻ്റെ പട്ടാള ജീവിതത്തിലെ അനുഭവങ്ങളും ധാരാളം നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുള്ള സംഭാവനകളായിട്ട് സാഹിത്യ രൂപത്തിൽ വന്നിട്ടുണ്ട്. ശ്രീ ഇപ്പോഴാണ് അറിയുന്നത്. ഇതിന് വളരെ മനോഹരമായി